നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കെ.സി. വേണുഗോപാലിനെ പ്രശംസിച്ച എ.പി. അനിൽകുമാർ എം.എൽ.എ. കെ.സി. വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം ഗുണം ചെയ്തു. CPM-ന്റെ മലപ്പുറം വിരുദ്ധ നിലപാട് ചർച്ചയാക്കിയതും കെ.സി. വേണുഗോപാലെന്ന് എ.പി. അനിൽകുമാർ ഞങ്ങളുടെ പ്രതി ദീപക് തർമ്മണത്തോട് പറഞ്ഞു. ദീപക് തർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ട്. UDF-ന്റെ വലിയ വിജയം, ഒരു വലിയ ഭൂരിപക്ഷത്തിനുള്ള വിജയം, ആ വിജയത്തിൻ്റെ ഒരു ശില്പിയുണ്ട്. ആ ശില്പി മറ്റാരുമല്ല, അത് എ.പി. അനിൽകുമാർ എം.എൽ.എ. ആണ്. ഈ വിജയം താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. താഴെത്തട്ടിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകർ, അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള നേതാക്കൾ, അവരെല്ലാവരും ഒരു മനസ്സോടുകൂടി അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ്. കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി പല കാര്യങ്ങളിലും പഴികേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ചില കർക്കശ നിലപാട്, പി വി അൻവറിനെ കാണേണ്ടതില്ല എന്ന തീരുമാനം ഉൾപ്പെടെയുള്ള ചില കർക്കശ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തോ? ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശ്രീ കെ.സി. വേണുഗോപാൽ AC ജനറൽ സെക്രട്ടറി, കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ ആദ്യ ഘട്ടം മുതൽ, സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ അവസാന ഘട്ടം വരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ അത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വരവാണ് ഇത് രാഷ്ട്രീയ പോരാട്ടമായി മാറ്റിയത്. പ്രത്യേകിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയോടുള്ള CPM-ന്റെ സമീപനം, അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയങ്ങളുമാണ് വലിയ രീതിയിൽ ഇതിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിന് വലിയ രീതിയിലുള്ള തുടക്കം കുറിച്ചത്. അൻവർ ഇല്ലാത്ത വിജയം നിങ്ങൾക്ക് കൂടുതൽ അഭിമാനം നൽകുന്നുണ്ടോ? മറ്റൊന്ന്, ഇനി അൻവറിനോടുള്ള നിലപാട്? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അന്നും ഇന്നും പറയുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം എടുത്ത ഒരു നിലപാട് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നെങ്കിൽ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് ശ്രീ PV അൻവർ എടുത്തത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞ് നമുക്ക് അവസാനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു വലിയ വർക്കിലാണ്. പുതിയ KPCC വന്നു. ആ KPCC നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. അതിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പുതിയ ടീമിനും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അങ്ങ് ഈ മണ്ഡലത്തിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നല്ല ടെൻഷൻ അനുഭവിച്ചു തോന്നുന്നു. കാരണം എന്നോട് പറയുമ്പം ഈ 12,000 വോട്ട് എന്ന് ഉറപ്പറിയുമ്പോൾ പോലും അങ്ങ് അല്പം ടെൻസ്ഡായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. അടുത്ത ഇമ്പാക്റ്റ് വലുതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമില്ല. താങ്ക് യു. SKN. ഇതാണ് എ.പി. അനിൽകുമാർ പറയുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളിൽ വിശ്വസിച്ചു. ക്യാമറമാൻ രാജേഷ് വളരികുണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം, 24.